സംഭവം ചെയ്യുമെന്ന്. അത് ചെയ്യണം, ചെയ്യുക തന്നെ ചെയ്യണം. കാര്യം ഇവനൊരു പൊതുശല്യമായിട്ട് മാറിയിരിക്കുന്ന ഒരുത്തനാണ്. അപ്പം ഇവന്റെ ഇങ്ങനെയുള്ള വർഗീയതയും കാര്യങ്ങളും ഇവന്റെ എത്രയും പെട്ടെന്ന് നിർത്തിക്കാനുള്ള പരിപാടിയാണ് നോക്കേണ്ടത്. ഇവൻ ഇനി ഒരിക്കലും ചാനലിൽ വന്ന് അങ്ങനെ സംസാരിക്കരുത്. ഇവൻ ആദ്യമേ പറയുന്ന തന്നെ കണ്ടില്ലേ, മദ്രസ പൊട്ടന്മാരെ. മനാഫിന്റെ വിഷയത്തിലാണ് സത്യം പറഞ്ഞ ഈ ഒരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കാണാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ അത് യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവന്റെ പേരിൽ ഒരുപാട് കേസുകൾ കിടക്കുവാണ്. ഇത് തന്നെയാണ് അളിയന്റെ പരിപാടി. ഞാൻ വിചാരിച്ച വർഗീയത മാത്രമായിരിക്കും എന്നാണ് ആദ്യമേ വിചാരിച്ചത്. ഏതോ ഒരു പെണ്ണിന്റെ അടുത്ത് എന്തോ മോശമായിട്ട് പെരുമാറിയെന്നും പറഞ്ഞിട്ട് ആ പെണ്ണ് കൊണ്ടുവന്ന് കേസ് കൊടുത്തതിന്റെ ഒരു വിഷയം കിടപ്പുണ്ട്. എന്നിട്ട് സുരേഷ് ഗോപി പരിചയപ്പെടുത്തി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ കള്ളത്തരം കാണിച്ചു എന്ന്, പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴത്തേക്ക് തന്നെ ഇവന്റെ ഏകദേശം ഒരു ഒരു പിക്ചർ കിട്ടിയതാണ്. ഇവനെന്ന് പറയുന്ന ഈ പറയുന്ന BK ബൈജു എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ പറ്റിയിട്ട് ഏകദേശം പിക്ചർ നമുക്ക് കിട്ടിയതാണ്. എന്തായാലും ഈ ഒരു വിഷയം തീർച്ചയായിട്ടും പോലീസുകാർ അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് ഇതിനെതിരെ നടപടി തന്നെ എടുക്കണം. കാര്യം എത്ര ജില്ല ഇതൊക്കെ ആൾക്കാർ കേട്ടും സഹിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ഒരു പരിധി വേണ്ട. ഇതൊക്കെ പബ്ലിക്കായിട്ട് വന്നിരുന്ന എന്തുവാണ്, എല്ലാ മുസ്ലിംസിനെയും വന്നിരുന്ന് തെറി വിളിച്ച് പറയുന്നത് ശരിയുള്ള പരിപാടിയല്ല. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നും പറഞ്ഞ് അതിനകത്ത് വന്നിരുന്ന മതത്തിന്റെ പേര് വന്നിരുന്ന തന്തയില്ലായ്മ പറയലാണ് ഇവന്റെയൊക്കെ പരിപാടി. ഇതിനൊക്കെ അടി കൊടുക്കേണ്ട കേസാണ് ഇതൊക്കെ. ഇവ എങ്ങനെയാണെന്ന് തോന്നുന്നു ഇവന്റെ നാട്ടിൽ ഇവ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകണത്. എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.